ഹലോ, അക്ഷര പറവൂർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസം കേട്ടോ. അപ്പോൾ തിരക്ക് പിടിച്ച ദിവസം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കും, പറഞ്ഞാൽ നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. ചെറിയൊരു ട്രിപ്പ്, തലേദിവസം നമ്മൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. പിറ്റേ ദിവസം നമുക്ക് പോകാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അല്ലു എണീറ്റ് വന്നിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പം നമ്മൾ തീരുമാനിച്ചത് ഫുഡ് ലഞ്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊണ്ടുപോകാമെന്നുള്ളതാണ്. അപ്പോൾ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഇട്ടേക്കാണ് ഞാൻ. അതിനിടയിലാണ് കേട്ടോ അല്ലു ഓടി വന്നത്. അപ്പോൾ അങ്ങനെ ഫുഡ് ഒക്കെ പാക്ക് ചെയ്ത് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കറി കയറ്റി എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലേ, നമ്മൾ പോകുന്നത് കോതമംഗലം മിനി സ്വിറ്റ്സർലൻഡിലേക്കാണ്. എത്ര പേര് പോയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഞാനും വെരി ഫസ്റ്റ് ടൈമാണ്. അനിയത്തിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കാറിലൊക്കെ കയറി ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. നമ്മുടെ ലെനീഷൻ്റെ നടുക്ക് മറ്റേ ബ്രെഡിൻ്റെ ഉള്ളിലെ ജാം പോലെ ഇരിക്കുക കേട്ടോ. അച്ഛൻ ഫ്രണ്ടിലുണ്ട്, ഹല്ലുണ്ട്, കണ്ണനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു കടയിൽ നിർത്തി. കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോണ വഴിക്ക് ഒരു ഷോപ്പിൽ കയറിയിട്ട്, ഹോട്ടലിൽ കയറിയിട്ട് നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പോണ വഴിക്ക് ഏകദേശം നമ്മൾ കോതമംഗലം നേര്യമംഗലം എത്താറായപ്പോൾ നല്ല ചെറിയൊരു വാട്ടർഫോൾ കണ്ടിട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. ഇത് നേര്യമംഗലം അടുത്താണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജുള്ളത്. അപ്പം ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കോതമംഗലത്ത്. അപ്പോൾ ആളാണ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോകണം. വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് വരണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് എന്തായാലും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലുതേ തലയിൽ കർച്ചീഫൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ബ്രിഡ്ജിലൂടെ ഇങ്ങനെ നടന്ന് പോവാണ്. ബ്രിഡ്ജിൽ കയറുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും കേട്ടോ. കാരണം മുന്നിൽ പോണ ആൾക്കാർ ഇങ്ങനെ നടന്നൊരു ഷെയ്ക്ക് വരുന്നുണ്ട് പാലത്തിന്. അപ്പോൾ തൊട്ട് പിന്നാലെയാണ് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പതുക്കെ ഇങ്ങനെ നടന്നു കഥകളൊക്കെ പറഞ്ഞ്. അങ്ങനെ വളരെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കേട്ടോ ഈ ബ്രിഡ്ജിൽ നിന്നാൽ. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടും വളരെ നന്നായിരുന്നു. അങ്ങനെ പാലത്തിൻ്റെ അക്കരെ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തി. പാലത്തിൻ്റെ താഴെ എത്തി, കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. അങ്ങനെ താഴെ നിന്നുള്ള പാലത്തിൻ്റെ ആ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. കാരണം നിശബ്ദമായിട്ട് ഒഴുകുന്ന ഒരു പുഴയും അതിൻ്റെ സൈഡിൽ കുറേ പശുക്കൾ പുല്ലൊക്കെ തിന്നുന്നത് കാണാം. കുറേ പേര് അവിടെ വന്നിരിപ്പുണ്ട്. അങ്ങനെ അവിടുത്തെ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ കാറിട്ട സൈഡിലേക്ക് തിരിച്ച് നടന്നു പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഫുഡ് ലഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ആവട്ടെ, നമ്മൾ ഹോമിലി ഉണ്ടാക്കിയൊരു ഫുഡ് നമുക്ക് കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലവും ഞങ്ങൾക്ക് കിട്ടി. കാരണം ആ പാലത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു തട്ടുകടി ഉണ്ടായിരുന്നു, അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ മറ്റേ ഇരിക്കാനുള്ള ചെയറും ഡെസ്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചോറും മീൻകറിയും മീൻ വറുത്തതും എല്ലാം കയ്യിലുള്ള വെള്ളം അടക്കം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തി, മിനി സ്വിറ്റ്സർലൻഡ്. ഇവിടെയാണ് ഞങ്ങൾ ആദ്യമേ നോട്ട് ഇട്ടിരുന്നത് വരാൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാണ് ആദ്യം ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മിനി സ്വിറ്റ്സർലൻഡിലേക്ക് എത്തിയത്. അല്ലുവിന് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ അല്ലു വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിലിറങ്ങി കുറേ നേരം കളിച്ചു. വീണ്ടും ഞങ്ങൾ ആ ഒരു എന്താ പറയുക, ഭൂമിയുടെ ആ ഒരു പ്രകൃതി രമണീയമായ കാഴ്ച കാണാൻ വീണ്ടും ഞങ്ങൾ ഇറങ്ങിയേക്കുകയാണ്. കുറേ നടന്ന് കണ്ടു കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ പച്ച വിരിച്ച പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ എന്താ പറയുക, പുഴ പോലെ നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് ചെറിയ പുഴയൊക്കെ കടന്നു വേണം ക്രോസ് ചെയ്യാൻ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതേ പെരുമ്പാവൂർ റിട്ടേൺ തിരിച്ച് വീട്ടിലേക്കാണല്ലോ. അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ കയറി. എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ച് ഫ്രഷായി. പല്ലുവിന് ചായ പഴംപൊരി വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ പറവൂർക്ക് തിരിച്ചു. പറവൂരെത്തി. ഞാൻ പറഞ്ഞല്ലോ, ഫുഡാണ് നമ്മുടെ മെയിൻ. അപ്പോൾ രാത്രിയിലത്തെ ഫുഡും കൂടി കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. ഫ്രൈഡ് റൈസും ചിക്കനും അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലൂനെയും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ.